ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ശാലോം പ്രേക്ഷകരെ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ തന്നെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പരിശുദ്ധ നോമ്പിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. നോമ്പ് ദൈവിക പദ്ധതിയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ പർദീസായിൽ ആക്കുന്നതിന് മുമ്പായി നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത് എന്ന് ഒരു കൽപ്പന മനുഷ്യർക്ക് കൊടുക്കുന്നുണ്ട്. ദൈവം മനുഷ്യർക്ക് കൊടുക്കുന്ന ആദ്യത്തെ കൽപ്പനയാണത്, ഭക്ഷണത്തിലുള്ളതായ ഒരു നിയന്ത്രണം. എന്നാൽ ആ കൽപ്പന മനുഷ്യർക്ക് പാലിക്കുവാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് അവരുടെ പരാജയം. ദൈവം നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത് എന്ന് അവരെ വിലക്കിയെങ്കിൽ ദൈവത്തിൻ്റെ ശത്രുവായ സാത്താൻ മനുഷ്യനെ കെണിയിൽ വീഴ്ത്തുന്നതിന് വേണ്ടി തന്ത്രം മെനയുകയാണ്. സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ മനുഷ്യൻ്റെ അടുക്കൽ വന്നവനെ പ്രലോഭിപ്പിക്കുന്നു. ഈ പഴം ഭക്ഷിച്ചാൽ നീ ദൈവത്തെ പോലെയാകും, അതുകൊണ്ടാണ് നീ ഭക്ഷിക്കരുതെന്ന് ദൈവം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് സാത്താൻ മനുഷ്യനെ പ്രലോഭിപ്പിക്കുകയാണ്. ദൈവം പറഞ്ഞു, ഈ ഫലം ഭക്ഷിക്കുന്ന നാളിൽ നീ മരിക്കുമെന്ന്. എന്നാൽ സാത്താൻ പ്രലോഭിപ്പിച്ചത് നീ മരിക്കുകയല്ല, മറിച്ച് ദൈവത്തെ പോലെയാകുമെന്ന്. വാസ്തവത്തിൽ സാത്താൻ കെണിയിൽ വീണ ആ കെണി മനുഷ്യർക്ക് അവൻ പകർന്നു കൊടുക്കുകയായിരുന്നു. ദൈവത്തെ പോലെയാകാനുള്ള മാലാഖമാരുടെ വ്യഗ്രതയാണ് മാലാഖമാരുടെ പതനവും പിശാചുക്കളുടെ ഉത്ഭവവും എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. യെശയ്യാ പ്രവചനം അതിൻ്റെ 14-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ ഈ സംഭവം വിവരിക്കുന്നുണ്ട്. അരുണോദയപുത്രനായ ശുക്രാ, നീ എങ്ങനെ വിട്ടേറ്റ് നിലത്ത് വീണു എന്ന് തുടങ്ങുന്നതായ വേദഭാഗത്ത്, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുമീതെ ഞാൻ വയ്ക്കും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്ന് പറഞ്ഞ് ദൈവത്തെ പോലെയാകുവാനുള്ള ഒരു വ്യാമോഹം സാത്താനിലുണ്ടാകുകയും അങ്ങനെ സ്വർഗോന്നതങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക്, പാതാളത്തിലേക്ക്, നാശത്തിലേക്ക് നിബന്ധിക്കപ്പെട്ടതായ ആ ഒരു കൂട്ടം മാലാഖമാരാണ് സാത്താനായി മാറിയത് എന്ന് വചനത്തിൽ നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ദൈവത്തെ പോലെ ആകണം എന്നുള്ളതായ വികലമായ വ്യാമോഹം ഒരു കൂട്ടം മാലാഖമാരിലുണ്ടായെങ്കിൽ അവർ സാത്താനായി, പിശാചുക്കളായി നിബന്ധിക്കുകയായിരുന്നു. അവരുടെ തന്നെ അനുഭവം മനുഷ്യർക്കും ഉണ്ടാകുവാനായിട്ടുള്ള തന്ത്രമാണ് പിശാച് ഇവിടെ മെനയുന്നതായിട്ട് കാണുന്നത്. നടുക്കേൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞുവെങ്കിൽ മരിക്കുകയല്ല, നീ ദൈവത്തെ പോലെയാകും എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ കെണിയിൽ വീഴ്ത്തുവാനായിട്ട് സാത്താൻ തന്ത്രം മെനയുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ നശിച്ചുപോയ
മാനവകുലത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം പദ്ധതികൾ മെനയുകയാണ്. മോശ 40 ദിവസം നോമ്പ് നോറ്റ് തൽഫലമായി മോശയ്ക്ക് 10 കൽപ്പനകൾ ദൈവം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതായത് കൽപ്പന ലംഘനം മൂലം നശിച്ചുപോയ മാനവകുലത്തെ രക്ഷിക്കുവാനായിട്ട് ദൈവം മോശ മുഖാന്തരമായിട്ട് കൽപ്പനകൾ നൽകി അവനെ ഉദ്ധരിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. വാസ്തവത്തിൽ ഈ ആദ്യ കൽപ്പനയുടെ ലംഘനം മനുഷ്യനെ പാപത്തിൽ നിബന്ധിക്കുവാനായിട്ട് ഇടയാക്കിയെങ്കിൽ ആ ആദ്യ കൽപ്പനകളുടെ അതേ പ്രമാണങ്ങൾ തന്നെയാണ് 10 കൽപ്പനയിലൂടെ ദൈവം മനുഷ്യന് കൊടുക്കുന്നത്. ദൈവം മനുഷ്യനുള്ള തൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിരുന്നു അവന് കൊടുത്തതായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത് എന്നുള്ളത് തിരഞ്ഞെടുപ്പിനുള്ളതായ സ്വാതന്ത്ര്യം അവന് നൽകുന്നതായിരുന്നു. നന്മ ചെയ്യണം, തിന്മ ചെയ്യരുത്, തിരഞ്ഞെടുക്കുവാനുള്ളതായ നന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിരഞ്ഞെടുക്കുവാനുള്ളതായ സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് കൊടുത്തത് മനുഷ്യനോടുള്ളതായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിട്ട് നമുക്ക് കാണാം. പലപ്പോഴും നിയന്ത്രണങ്ങൾ കൂച്ചുവിലങ്ങായിട്ട് കാണുന്നവരുണ്ട്. അതുകൊണ്ട് നിയന്ത്രണങ്ങളെ പലപ്പോഴും വിധേയപ്പെടുവാനായിട്ട് വൈമുഖ്യം കാണിക്കുന്ന ഒരു പ്രവണത നിലവിലുണ്ട്. എന്നാൽ നിയന്ത്രണങ്ങൾ സുരക്ഷിതത്വത്തിനാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, നിയന്ത്രണങ്ങൾ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ, നിയമങ്ങൾ മനുഷ്യൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അത് അതേപടി പാലിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് ദൈവം മനുഷ്യന് ആദ്യ കൽപ്പനയായിട്ട് കൊടുത്തതായ നിയമമെങ്കിൽ, അത് ലംഘിക്കപ്പെട്ട മനുഷ്യൻ മോശമുഖാന്തരമായിട്ട് നോമ്പാചരണത്തിലൂടെ 10 കൽപ്പനകൾ ആർജിച്ചെടുക്കുകയാണ്. ഈ 10 കൽപ്പനകളുടെ സാരാംശം ഒരിക്കലും ഒരു പരീക്ഷ പ്രമാണി കർത്താവ് ചോദിക്കുന്നുണ്ട്. ഈ 10 കൽപ്പനകളിൽ പ്രധാനപ്പെട്ടത് ഏതാണെന്നാണ് ചോദിക്കുക. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഒരുപക്ഷെ അവൻ കുടിക്ക് ചോദ്യമായിട്ട് ചോദിച്ചതാണ്, എന്നാലത് മനസ്സിലാക്കിയ കൊണ്ട് തന്നെ കർത്താവ് അതിൻ്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തുന്നുണ്ട്. 10 കൽപ്പനകളിൽ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക എന്നുള്ളതാണ് പ്രഥമവും പ്രധാനവുമായ കൽപ്പന എന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നു. അതിനോട് സമം നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പോൾ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ദൈവമനുഷ്യ ബന്ധം, മനുഷ്യ ബന്ധം, ഇതാണ് 10 കൽപ്പനകളുടെ സാരാംശം എന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നു. വീണ്ടും കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ഒരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത്. അപ്പോൾ നിയമങ്ങൾ എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ബഹിർസ്ഫുരണമാണ്. നിയമം എന്ന് പറയുന്നത് ഒരിക്കലും കൂച്ചുവാലങ്ങല്ല. നിയമം മനുഷ്യൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്നതായ രക്ഷാകര പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് നിയമങ്ങളെ നമുക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളുവാനും അത് പാലിക്കുവാനുമായിട്ട് സാധിക്കുക. മോശയ്ക്ക് 10 കൽപ്പനകളെ ലഭിച്ചു എങ്കിൽ മോശ ആ 10 കൽപ്പനകളെ വ്യാഖ്യാനിച്ച് പഞ്ചഗ്രന്ഥങ്ങൾ രചിക്കുകയാണ്. വാസ്തവത്തിൽ മോശയുടെ വ്യാഖ്യാനമായ പഞ്ചഗ്രന്ഥങ്ങൾ, 10 കൽപ്പനകളുടെ വ്യാഖ്യാനങ്ങളായ പഞ്ചഗ്രന്ഥങ്ങൾ
അതിൻ്റെ പൂർത്തീകരണമാണ് തിരുവചനങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പഴയ നിയമം അതിൻ്റെ നിഴലായിരുന്നുവെങ്കിൽ പുതിയ നിയമം അതിൻ്റെ പൊരുളാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞത്, പ്രിയമുള്ളവരെ, പരിശുദ്ധ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതായ ഈ ദിവസങ്ങളിൽ നോമ്പ് മൂലം ദൈവം വിഭാവനം ചെയ്യുന്നതായ പദ്ധതി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് സൂചിപ്പിച്ചത്. തീർച്ചയായിട്ടും നോയമ്പ് നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കുവാനായിട്ട് ദൈവം തരുന്നതായൊരു സംവിധാനമാണ്. നോമ്പിൽ മാംസാഹാരം വർജിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം സസ്യങ്ങളെ ആഹാരമാക്കുവാനായിട്ടാണ് മനുഷ്യന് ദൈവം അനുവാദം കൊടുത്തത്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പായിട്ട് അവന് വേണ്ടതായ സംവിധാനങ്ങളെല്ലാം ദൈവം ഒരുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം ദൈവം മനുഷ്യനോട് പറയുന്നത് സസ്യങ്ങളെ ആഹാരമാക്കുവാനായിട്ടാണ്. എന്നാൽ പാപത്തിൻ്റെ പരിണത ഫലമായി നോഹയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടായപ്പോൾ 40 ദിവസം വെള്ളം പൊങ്ങിക്കിടന്ന പശ്ചാത്തലത്തിൽ സസ്യങ്ങളെല്ലാം നശിച്ചു പോകുന്നു. സസ്യങ്ങൾ നശിച്ചു പോയെങ്കിൽ വെള്ളത്തിൽ ധാരാളമായി മത്സ്യം പെരുകുകയാണ്. മനുഷ്യന് ആഹാരത്തിന് വകയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ദൈവം മനുഷ്യന് കൊടുത്തതായ ഒരു അനുവാദമാണ് മത്സ്യങ്ങളെ, ഭൂചരജാതികളെ ആഹാരമായി സ്വീകരിക്കുവാനായിട്ട്. വാസ്തവത്തിൽ നോമ്പിൻ്റെ നാളുകളിൽ സസ്യാഹാരം സ്വീകരിക്കുന്നതിലൂടെ ദൈവം വിഭാവനം ചെയ്തതായ നമ്മുടെ ആരോഗ്യത്തെ ക്രമീകരിക്കുവാനായിട്ടും നമുക്ക് സാധിക്കുന്നു എന്നുള്ളൊരു വാസ്തവമാണ്. തന്നെയുമല്ല, മാംസാഹാരം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ഘടനയിൽ വരുന്നതായ മാറ്റം വന്യമൃഗങ്ങളെ, ക്രൂരമൃഗങ്ങളുടെ ആ സ്വഭാവം മനുഷ്യനെ സ്വാധീനിക്കുവാനായിട്ടും ഇടയാക്കുന്നുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ വർജിക്കേണ്ടതായ ആഹാരങ്ങളെ വർജിച്ചുകൊണ്ട്, അനുഷ്ഠിക്കേണ്ടതായ പ്രാർത്ഥനകൾ നിർവഹിച്ചുകൊണ്ട്, സഭ നിഷ്കർഷിച്ചിരിക്കുന്നതായ കുമ്പിടിയിലും അതുപോലുള്ളതായ അനുഷ്ഠാനങ്ങളും നിർവഹിക്കുന്നതിലൂടെ നമ്മുടെ ആരോഗ്യത്തെ നിയന്ത്രിക്കുവാനായിട്ടും നമുക്ക് സാധിക്കും എന്നുള്ളൊരു വാസ്തവമാണ്. സാത്താനോട് യുദ്ധം ചെയ്യുവാനുള്ള പ്രധാന ആയുധമാകുന്ന നോമ്പേ സമാധാനത്തോടെ വരിക എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നോമ്പ് സാത്താനോട് യുദ്ധം ചെയ്യുവാനുള്ളതായ പ്രധാനമായ ആയുധമാണ്. മനുഷ്യൻ കൽപ്പന ലംഘിക്കുവാനായിട്ട് ഇടയായ സാഹചര്യം എന്ന് പറയുന്നത് പൈശാചിക പ്രലോഭനമായിരുന്നു. പിശാച് എവിടെ വീണുപോയോ ആ മേഖലയിൽ തന്നെ മനുഷ്യനെ വീഴിക്കുവാനായിട്ട് അവൻ തന്ത്രം മെനയുകയായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതായ പാളിച്ച മറ്റുള്ളവരും അനുഭവിക്കണം എന്നുള്ളതായ ആ പൈശാചിക തന്ത്രമാണ് വാസ്തവത്തിൽ മനുഷ്യനെ നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഈ നോമ്പ് ഭക്തിയോടെ, വിശ്വാസത്തോടെ ആചരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പരിശുദ്ധ നോമ്പിൻ്റെ നാളുകൾ നമുക്കറിയാം മാനസാന്തരത്തിൻ്റെ ദിവസങ്ങളാണ്. പരിശുദ്ധ നോമ്പിൻ്റെ ദിവസങ്ങൾ അനുതാപത്തിനുള്ളതായ അവസരങ്ങളാണ്. പരിശുദ്ധ നോമ്പിൻ്റെ ഈ കാലഘട്ടം നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യുവാനും നമ്മുടെ കുറവുകളെ കണ്ടെത്തുവാനും ദൈവസന്നിധിയിലെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനും കൊണ്ട് ദൈവം നമുക്ക് തരുന്നതായ ദിവസങ്ങളാണ്. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ നാളുകൾ ഭക്തിയോടെ, വിശ്വാസത്തോടെ പൂർണ്ണമായി അനുഷ്ഠിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ
നമ്മുടെ ജീവിതത്തിൽ ഒരു പടി കൂടി വളരുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതൊരു വാസ്തവമാണ്. പ്രിയമുള്ളവരെയും, ക്രിസ്തീയ ജീവിതം അത് പൂർണ്ണതയിലേക്കുള്ളതായ ഒരു വളർച്ചയാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് പൂർണ്ണമാകുന്ന അനുഭവമല്ല. അത് പടിപടിയായി വളരുന്നതിനുള്ള ഒരവസരമാണ്. ഒരു ശിശു ജനിച്ചു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് അത് പൂർണ്ണതയിലെത്തുന്നില്ല. അതുപോലെ തന്നെയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നതും. അത് പൂർണ്ണതയിലേക്കുള്ളതായ ഒരു യാത്രയാണ്. ഈ യാത്രയിൽ നമ്മൾ സ്വീകരിക്കേണ്ടതായ പല ക്രമീകരണങ്ങളുമുണ്ട്. നമ്മളൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് തന്നെ അറിയാം. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ, ഈ ക്രിസ്തീയ ജീവിതത്തിൽ, രക്ഷയുടെ ഈ മാർഗത്തിൽ നമ്മൾ വിവിധങ്ങളായ ഒരുക്കങ്ങൾ നിർവഹിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ഈ നോമ്പിൻ്റെ നാളുകൾ ഒരുക്കത്തിൻ്റെ നാളുകളാണ്. ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ അനുതാപത്തിൻ്റെ ദിവസങ്ങളാണ്, വിലാപത്തിൻ്റെ ദിവസങ്ങളാണ്. നമ്മുടെ കുറവുകളെ ഓർത്ത് വിലപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ബലഹീനതകളെ ഓർത്ത് അനുദപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇനി ഞാൻ ഈ കുറവുകളിലേക്കില്ല, ബലഹീനതകളിലേക്കില്ല എന്നുള്ളതായ ഒരു തീരുമാനമെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഓരോ വർഷവും നമ്മൾ പരിശുദ്ധ നോമ്പ് ആചരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ നോമ്പാചരണത്തിലൂടെ ഒരു പടി വളരുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. പലപ്പോഴും നമ്മുടെ നോമ്പാചരണങ്ങൾ വ്യർത്ഥമായി മാറുന്നുണ്ട്. ദുർവിചാരങ്ങൾ വെടിയാതെ ഭക്ഷണത്തെ മാത്രം മെടിഞ്ഞിട്ടുള്ള നോമ്പ് വ്യർത്ഥമാകുന്നു എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. പ്രിയമുള്ളവരെയും, നമ്മൾ പരിശുദ്ധ നോമ്പ് ആചരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ചിന്തകളെ, നമ്മുടെ മനസ്സിൻ്റെ വിചാരങ്ങളെ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതിലൂടെ നമുക്ക് ലഭിക്കുന്നതായ ലാഭം, വർജനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതായ ലാഭം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ടോ? ഭക്ഷണത്തിൻ്റെ വർജനത്തിലൂടെ തീർച്ചയായും അതിൽ നിന്ന് നമ്മളൊരു ലാഭം മാറ്റിവെക്കുന്നുണ്ട്. അതില്ലാത്തവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് വചനം പറയുന്നത്, അനീതിയുടെ മാമോനെ കൊണ്ട് നിങ്ങളെ സുഹൃത്തുക്കളെ സമ്പാദിച്ചുകൊള്ളു എന്നുള്ള വചനം സാക്ഷാത്കരിക്കപ്പെടുക. അതായത് നമുക്ക് കൂടുതലുള്ളതായ ധനം ഇല്ലാത്തവർക്ക് കൊടുക്കുവാനുള്ളതാണ്. ഈ വർഷത്തെ നോമ്പാചരണത്തിലൂടെ നമ്മൾ മാറ്റിവെക്കുന്നതായ ആ സമ്പത്ത്, അത് സമൂഹത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അപ്പോഴാ നമ്മുടെ നോമ്പ് അർത്ഥപൂർണമാകുക. ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു വൃത്തത്തിൻ്റെ ഒരു ഭാഗം അടന്നുപോയി. അപ്പോൾ ആ വൃത്തം ഇങ്ങനെ ഉരുണ്ട് നടക്കുമ്പോൾ അതിനൊരു മുടന്ത് അനുഭവപ്പെടുകയാണ്. ഈ വൃത്തം അതിൻ്റെ നഷ്ടപ്പെട്ടു പോയ ഭാഗം അന്വേഷിച്ച് നടക്കുക. അതിങ്ങനെ മുടന്തി നടക്കുമ്പോൾ വഴിയിൽ കാണുന്ന പൂക്കളോടും സസ്യങ്ങളോടും ശലഭങ്ങളോടും അതിന് കുശലം ചോദിക്കുവാനായിട്ട് സാധിച്ചു. അങ്ങനെ ഈ വൃത്തം അതിന് നഷ്ടപ്പെട്ടു പോയ ഭാഗം അന്വേഷിച്ചപ്പോൾ അതിന് അനേകം കൂട്ടുകാർ ലഭിക്കുകയാണ്. എന്തായാലും അത് അന്വേഷണത്തിൻ്റെ പാതയിൽ നഷ്ടപ്പെട്ടു പോയ ഭാഗം അതിന് തിരിച്ചു കിട്ടി. അത് ആ നഷ്ടപ്പെട്ട ഭാഗത്ത് കൂട്ടിച്ചേർത്തുകൊണ്ട് സുഗമമായിട്ട് നടക്കുവാനായിട്ട് സാധിച്ചപ്പോൾ
വഴിയരികിൽ കാണുന്നതായ പഴയ കൂട്ടുകാരെയൊക്കെ അന്വേഷിക്കുവാൻ സാധിക്കാതെ വന്നു. അപ്പോഴാണ് വൃത്തത്തിന് മനസ്സിലായത് തൻ്റെ പരാജയം. ആ വൃത്തം ആവശ്യപ്പെട്ടു അത്രേ, എൻ്റെ നഷ്ടപ്പെട്ടു പോയ ആ ഭാഗം അത് ദൈവിക പദ്ധതിയാണെന്ന് പറഞ്ഞ് അത് ഉപേക്ഷിച്ച് പഴയ തൻ്റെ കൂട്ടുകാരെ കൂട്ടിച്ചേർത്ത് സന്തോഷമായിട്ട് ജീവിച്ചു എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നതായ തിക്താനുഭവങ്ങൾ അതാണ് നമ്മുടെ ആത്മീയ യാത്ര സുഗമമാക്കുവാൻ, ആത്മീയ യാത്രയിലേക്ക് അനേകരെ കൂട്ടിച്ചേർക്കുവാനായിട്ട് ദൈവം നമുക്ക് തരുന്ന അവസരമായിട്ട് കാണണം. ഞാനിപ്പോൾ ഈ ടി വി ടോക്കിന് വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ ഇവിടുത്തെ ഓഫീസ് അസിസ്റ്റൻ്റ് ബിജു എന്നോട് പറയുകയായിരുന്നു, അച്ഛനുണ്ടായതുകൊണ്ട് എനിക്ക് ഇവിടെ വരാൻ സാധിച്ചു എന്ന്. ഞാൻ പറഞ്ഞു, മോനെ അങ്ങനെയല്ല, അവൻ അല്പം വൈകല്യമുള്ളൊരു കുട്ടിയാണ്. അതല്ല, നീ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. അമ്മായി ഒരു ക്യാൻസർ രോഗിയായി മരണപ്പെട്ടതുകൊണ്ടാണ് ഈ ധ്യാനകേന്ദ്രം ഇവിടെ ഉടലെടുക്കുവാൻ തൊക്കോണം ദൈവം എന്നെ സഹായിച്ചത്. അവൻ്റെ ജീവിതത്തിൽ ഒരു വൈകല്യമുണ്ടായതുകൊണ്ടാണ് അവനിവിടെ ഒരു ജീവനക്കാരനാകാനായിട്ട് സന്നദ്ധനായത്. അപ്പം അതുകൊണ്ട് ഇതെല്ലാം നന്മയ്ക്കായിട്ടാണ് എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ സന്തോഷമായി. പ്രിയമുള്ളവരെ, ഈ വർഷത്തെ നമ്മൾ നോമ്പാചരണത്തിലൂടെ സമൂഹത്തിലെ വേദന അനുഭവിക്കുന്നവരെ കരുതുവാനായിട്ട്, അവരെ അന്വേഷിക്കുവാനായിട്ട്, അവരുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് സ്വാന്തനമരുളുവാനായിട്ട് സാധിക്കുമ്പോഴാണ് പരിശുദ്ധ നോമ്പ് അർത്ഥപൂർണമായി തീരുക. കാൽവറിയിൽ തമ്പുരാൻ ഏറ്റെടുത്തതായ പരിത്യാഗം ഈ ഒരു അനുഭവത്തിലേക്കാണ് നയിച്ചത്. വാസ്തവത്തിൽ സാത്താൻ്റെ തല തകർക്കുവാൻ തക്കോണം കർത്താവ് ആ പദ്ധതി മെനഞ്ഞത് തന്നെ തന്നെ ശൂന്യനാക്കി, തന്നെ തന്നെ പരിത്യജിച്ച് മാനവകുലത്തെ രക്ഷിക്കുവാൻ തക്കോണം അത്രത്തോളം തന്നെ തന്നെ താഴ്ത്തുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഈ വർഷത്തെ പരിശുദ്ധ നോമ്പും പീഡാസഹനങ്ങളും കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും ഈ ഒരു സന്ദേശം ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഈ ഒരു ആശയത്തിന് വേണ്ടിയിട്ട് നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ട് നമുക്കിടയാകണം. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പിതൃത്വ വിശുദ്ധാത്മാവാൻ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ വർഷത്തെ പരിശുദ്ധ നോമ്പ് കർത്താവ് ആവിഷ്കരിച്ചിരിക്കുന്ന രക്ഷാപദ്ധതിയോട് ചേർന്ന് നിന്നുകൊണ്ട് പൂർണ്ണമായ അർത്ഥത്തിൽ അത് ആചരിക്കുവാനും അങ്ങനെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരു പടി കൂടിയുള്ള വളർച്ചയ്ക്ക് മുഖാന്തരമാകുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകൾക്കായി സ്തോത്രം, അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. മാതാവേ, ശുദ്ധിവാന്മാരെ, ശുദ്ധിതകളെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.